ഹലോ കൂട്ടുകാരെ, അങ്ങനെ നമ്മളെല്ലാരും പ്രതീക്ഷിച്ചിരുന്നത് പോലെ കൽക്കി അങ്ങനെ റിലീസായിരിക്കുകയാണ്. അപ്പോ കൽക്കി കണ്ടതിന് ഒരു എക്സ്പീരിയൻസ് ആണ് ഞാനിവിടെ പങ്കുവെക്കുന്നത്. ആഹ് പറയുകയാണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല, നല്ലൊരു സ്റ്റോറി ഉള്ളൊരു പടമാണ്. നമുക്ക് സ്റ്റോറിയിലൊന്നും നെഗറ്റീവ് പറയാനായിട്ടില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു സ്റ്റോറി തന്നെയാണ് കൽക്കി പറയുന്നത്. സെക്കൻഡ് ഹാഫ് ഉണ്ട്, ഫസ്റ്റ് ഹാഫ് ആണ് ഇത് നമ്മൾ കണ്ടേക്ക്. ഇപ്പം ഫസ്റ്റ് പാർട്ടാണ് വന്നേക്കുന്നത്, സെക്കൻഡ് പാർട്ടും ഉണ്ട്. അപ്പോൾ സ്റ്റോറി ഞാൻ പറഞ്ഞതുപോലെ കുഴപ്പമില്ല, ആവറേജ് ഓക്കെയാണ്. നോർമൽ സ്റ്റോറി അല്ല, ഒരു പുരാണവും അതുപോലെ തന്നെ നമ്മുടെ ആധുനികമായിട്ടുള്ള ഒരു വരാനിരിക്കുന്ന യുഗവും ഒക്കെ വെച്ചിട്ട് ഉള്ളൊരു നല്ല അടിപൊളി ഒരു സ്റ്റോറിയാണ്. പക്ഷെ പടത്തിന്റെ ഒരു ക്വാളിറ്റി എങ്ങനെയാണെന്ന് നമ്മളെടുത്ത് ചോദിച്ചു കഴിഞ്ഞാല്, ക്വാളിറ്റിയെ കുറിച്ച് പറയേണ്ടതെന്ന് വെച്ചാൽ വിഷ്വലൈസ് അത്യാവശ്യം ബോറായിട്ടുണ്ട്. കാരണം ഇപ്പം നമ്മൾ എക്സ്പെക്ട് ചെയ്ത് പോകുന്ന, നമ്മളിപ്പം ട്രെയിലറൊക്കെ കണ്ടിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്ത് പോകുന്ന അത്ര അങ്ങോട്ട് നമുക്ക് ഒരു ഫീൽ ആ സിനിമ തരുന്നില്ല. അതുപോലെ തന്നെ മലയാളത്തിലേക്ക് ഡബ് ചെയ്തതിന്റെ ഒരു കുഴപ്പമാകാം. ഡയലോഗ്സ് ഒക്കെ പഞ്ചിങ് ഡയലോഗ്, അതുപോലെ തന്നെ കോമഡി ഡയലോഗ് ഒക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഡയലോഗും അത്ര അങ്ങോട്ട് നമ്മളെ പിടിച്ചിരുത്തുന്നതല്ല. പല ഡയലോഗും കോമഡി ആക്കി മാറ്റാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. നമുക്ക് കാണികളെ ചിരിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലും പക്ഷെ കാണികൾക്ക് ചിരി വരുന്നില്ല. അതുപോലെ തന്നെയാണ് എന്താ പറയുന്നത്, പഞ്ചിങ് ഡയലോഗ് പറയുമ്പോൾ സത്യം പറഞ്ഞത് കോമഡി ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. സ്റ്റോറി പൊളി സ്റ്റോറിയാണ്, സ്റ്റോറിയിൽ നമുക്ക് ഒന്നും പറയില്ല, കിഡ് സ്റ്റോറിയാണ് എടുത്തേക്കുന്നത്. പക്ഷെ ഡയലോഗ്സ് ആണ് നമുക്ക് ഏറ്റവും വലിയ പ്രോബ്ലം ആയിട്ട് വരുന്നത്. ഡയലോഗ് കോമഡി ഡയലോഗ് ആണെങ്കിലും പഞ്ചിങ് ഡയലോഗ് ആണെങ്കിലും നമുക്ക് അത്ര അങ്ങോട്ട് ഈ ഒരു ഇതാണ്. പിന്നെ അതിന്റെ വിഷ്വലൈസ് എന്ന് വെച്ചാല് നമുക്ക് ആ ഒരു സ്ഥലവും കാര്യങ്ങളും ഒക്കെ വന്നിരിക്കുന്നത് അത് അത്യാവശ്യം ബോറാക്കി തന്നെ അവർ ചെയ്തിട്ടുണ്ട്. കാരണം വെച്ചാല് നമുക്കത് കാണുമ്പോഴത്തേക്ക് പല ബോളിവുഡ് സിനിമേനെ നമുക്ക് അനുകരിച്ചതുപോലെ ഫീൽ ചെയ്യാറുണ്ട്. നമ്മുടെ മറ്റേ മിഡ്മാക്സോ അങ്ങനെയൊക്കെ പറയുന്ന കുറച്ച് സ്റ്റോറീസ് ഉണ്ടല്ലോ, സിനിമകളുണ്ടല്ലോ, ബോളിവുഡ് അല്ല ഹോളിവുഡ്. അപ്പം ആ ഒരു ഹോളിവുഡ് മൂവീസിനെ ഇതിലേക്ക് അനുകരിക്കാൻ ശ്രമിച്ചതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ ഇന്ത്യൻ മൂവി കാണുമ്പം അതിന്റെ ഒരു ലെവൽ വെച്ചിട്ട് നമ്മൾ കാണത്തുള്ളൂ. ഒരിക്കലും ഒരു ഹോളിവുഡ് ലെവൽ വെച്ച് നമ്മൾ കാണാൻ ശ്രമിച്ചിട്ടില്ല. ഇവര് കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ടുള്ള ഒരു 6000 വർഷത്തിന്റെയൊക്കെ സ്റ്റോറിയാണ് പറയുന്നത്. അതായത് മഹാഭാരതം കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു 6000 വർഷം കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റോറിയൊക്കെയാണ് പറയുന്നത്. അപ്പൊ അത്രയും എന്താ പറയുക, ഡെവലപ്പ് ആയിട്ടുള്ളൊരു ഭൂമിയാണ് കാണിക്കുന്നത്. അപ്പം ആ ഡെവലപ്പ് ആയിട്ടുള്ള ഭൂമിയിൽ തന്നെ വന്നിരിക്കുന്ന കുറെ മാറ്റങ്ങൾ, മനുഷ്യനായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന പ്രശ്നങ്ങളും, അതുപോലെ തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്ന കലിയുഗവും കലിയുഗവും അതില് ആ കലിയുഗം സ്റ്റാർട്ടായി കലിയുഗത്തിന്റെ എൻഡില് എന്താ പറയുന്നത്, വീണ്ടും കൽകി അവതാരത്തിലൂടെ വിഷ്ണു അല്ലെ ശ്രീകൃഷ്ണൻ വരുന്ന ആ ഒരു ഇതൊക്കെയാണ് പറയുന്നത്. അപ്പം ആ ഒരു സ്റ്റോറി ഇതിലേക്കൂടെയാണ് കൊണ്ടുപോകുന്നതെങ്കിലും സംഗതി എന്താ പറയുന്നത്, നമുക്ക് നമ്മളെ പിടിച്ചിരുത്താൻ പറ്റുന്ന ഒരു വിഷ്വലൈസ് അല്ല നമുക്ക് തരുന്നത്. കുറച്ച് കാണുമ്പോൾ ഫസ്റ്റ് തന്നെ കാണുമ്പോഴത്തേക്കും നമുക്ക് എന്തൊക്കെയോ ഒരു നെഗറ്റീവ് വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ എന്താ പറയുന്നത്, ഫേമസ് ആയിട്ടുള്ള നമ്മുടെ ദീപിക പാദുകോൺ എൻട്രി ആവുന്ന ആ ഒരു സമയം തൊട്ട് പിന്നെ അങ്ങോട്ട് മൂവിയുടെ ഒരു വഴിത്തിരിവാണ്. സാധാരണ വെച്ചാല് ഹീറോ എൻട്രി ആവുന്ന ആ ഒരു സമയം തൊട്ടാണ് മൂവി ആണെങ്കിൽ എന്താ പറയുക, അടിപൊളിയായിട്ട് നല്ലൊരു ഫീലിൽ പോയിക്കൊണ്ടിരിക്കും. നമ്മൾ എല്ലാ സിനിമയിലും കണ്ടിട്ടുള്ള അങ്ങനെയാണ്. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ്, ഹീറോയിൻ എൻട്രി ആവുന്ന ആ ഒരു സമയം തൊട്ടാണ് മൂവി സത്യം പറഞ്ഞാല് കാണികളെ പിടിച്ചിരുത്തുന്നത്. അവിടം തൊട്ടാണ് അങ്ങോട്ട് മൂവിയുടെ ഒരു ലെവല് അങ്ങോട്ട് ഒരു അപ്പിലോട്ട്, അല്ലെ ഒരു എന്താ പറയുന്ന അപ്പ് എന്ന് നമ്മൾ പറയത്തില്ല, ആ ഒരു ലെവലിലേക്ക് എത്തുന്നത്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് കാവ്യമാധവൻ ഓക്കെ, നമ്മുടെ ദീപിക പാദുകോണിന്റെ ആക്ടിങ് നമുക്ക് ഒരു കാരണവശാലും മാറ്റി നിർത്താൻ പറ്റത്തില്ല. ആ ആക്ടിങ് പൊളി ആക്ടിങ് ആണ്. ദീപിക പാദുകോൺ അതിനകത്ത് അടിപൊളിയായിട്ട് കലക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അമിതാഭ് ബച്ചന്റെ ആക്ടിങ് അതൊക്കെ നമുക്ക് എടുത്തു പറയേണ്ടതാണ്. എനിക്ക് പ്രഭാസിന്റെ ആക്ടിങ് സത്യം പറഞ്ഞാല് എന്തോ ഒരു ഈ ഒരു 30-35 വയസ്സുള്ള ആള് എന്താ പറയുന്നത്, ഒരു 2-3 വയസ്സുള്ള കൊച്ചു കുട്ടികളെ പെരുമാറുന്നത് പോലെ പെരുമാറി എങ്ങനെ ഇരിക്കും?
നമുക്കൊക്കെ ഏത് രീതിയിലായിരിക്കും ഫീൽ ആവുന്നത്. എനിക്ക് സത്യം പറഞ്ഞ പ്രഭാസിന്റെ ആക്ടിങ് അങ്ങനെയാണ് തോന്നിയത്. ഒരു 10-35 വയസ്സുള്ള ഒരു വ്യക്തി ഒരു 2-3 വയസ്സുള്ള ഒരു കുട്ടിയുടെ ഒരു മെന്റാലിറ്റിയിൽ പെരുമാറുമ്പോൾ എങ്ങനെയാണോ ആ രീതിയിലാണ് എനിക്ക് പ്രഭാസിന്റെ ആക്ടിങ് തോന്നിയത്. ബാക്കിയൊക്കെ ഉള്ള നമ്മുടെ പിന്നെ ശോഭന മേഡത്തിന്റെ ആക്ടിങ്, അതും അടിപൊളി ആക്ടിങ്. പക്ഷെ കുറച്ചുകൂടെ എനിക്ക് ശോഭന മേഡത്തിന് കുറച്ചുകൂടെ ഒന്ന് ആ ഒരു ക്യാരക്ടർ കുറച്ചുകൂടെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നെങ്കിൽ നല്ലതായിരിക്കും എന്നെനിക്ക് ഫീൽ ചെയ്തു. ശോഭന മേഡത്തിന്റെ ആക്ടിങ് പൊളി ആക്ടിങ് ആണ്. അതിനകത്ത് പലരുടെയും ആക്ടിങ്ങും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ നല്ലതാണ്. നല്ല 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 രീതിയിൽ അതിനകത്ത് പലരും ആക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ സ്റ്റോറി അടിപൊളിയാണ്. പക്ഷെ എന്തോ എന്തൊക്കെയോ മിസ്റ്റേക്ക് വന്നതുപോലെ സത്യം പറഞ്ഞാൽ ഫീൽ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയോ ഒരു ചേർച്ചക്കുറവ് സിനിമയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താ പറയുന്നത്, കണ്ടിരിക്കാൻ പറ്റിയ ഒരു പടമാണ്. സെക്കൻഡ് ഹാഫ് നമ്മളെ പിടിച്ചിരുത്തും. സെക്കൻഡ് ഹാഫ് നമുക്ക് പറയാൻ പറ്റില്ല. പടത്തിന്റെ സ്റ്റാർട്ടിങ് കഴിഞ്ഞ് നമ്മളെ ദീപിക പാദുകോണിനെ കാണിച്ചു തുടങ്ങുന്ന അവിടം തൊട്ട് നമുക്ക് മൂവി കണ്ടിരിക്കാൻ തോന്നും. അവിടം തൊട്ട് അങ്ങോട്ട് പിന്നെ വലിയ പ്രോബ്ലം ഇല്ല, ലാഗൊന്നും കാര്യങ്ങളൊന്നും ഇല്ല. നല്ല അടിപൊളിയായിട്ട് സ്മൂത്ത് ആയിട്ട് നല്ല ഫൈറ്റിങ് കാര്യങ്ങൾ, പ്രഭാസിന്റെ അമിതാഭ് ബച്ചന്റെ ഒക്കെ നല്ലൊരു ഫൈറ്റിംഗ് സീൻ ഉണ്ട്. ഫൈറ്റിംഗ് സീൻ തന്നെ ചില സമയത്ത് നമുക്ക് കോമഡി ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ രീതിയിലൊക്കെ പോകുന്ന ഒരു പടമാണ്. കുഴപ്പമില്ല, ആവറേജ് ലെവലിലൊക്കെ പോകും എന്ന് വിശ്വസിക്കുന്നത്. പക്ഷെ ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഇറങ്ങുവാണെങ്കിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട് പൊളിയായിരിക്കും, അടിപൊളിയായിട്ടായിരിക്കും സെക്കൻഡ് പാർട്ട് അവരെന്തായാലും ഇറക്കുന്നതെന്ന് തോന്നുന്നുണ്ട്. ഫസ്റ്റ് പാർട്ട് നമുക്ക് പ്രതീക്ഷിച്ച അത്രയും നമ്മൾ ഉയർന്നില്ല. എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ പോയി ബാഹുബലി ആ ഒരു ലെവലിൽ നമ്മൾ ചിന്തിച്ചിട്ടാണ് പോയത്. കാരണം ട്രെയിലറൊക്കെ കണ്ടപ്പോഴത്തെ നമ്മൾ ബാഹുബലിയുടെ ആ ഒരു ലെവല് നമ്മൾ മനസ്സിൽ വെച്ചിട്ടാണ് പോയത്. അപ്പം അതുകൊണ്ടായിരിക്കാം ചിലപ്പം നമുക്ക് അത്രയും അങ്ങോട്ട് ഈ പടം ഫീൽ ചെയ്യാഞ്ഞത്. പക്ഷെ ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ സ്റ്റോറി അടിപൊളിയാണ്. പിന്നെ പോയി കാണുന്നവരുടെ മാനസികാവസ്ഥ പോലെ ഇരിക്കും. എനിക്ക് കണ്ടിട്ട് ഫസ്റ്റ് ഹാഫിന്റെ ഒരു ഹാഫ് ലെവൽ വരെ എനിക്ക് എന്തായാലും പടം ഓക്കെ അല്ലായിരുന്നു. പക്ഷെ ആ ഫസ്റ്റ് ഹാഫിന്റെ ഹാഫ് ലെവൽ കഴിഞ്ഞതിന് ശേഷം അങ്ങോട്ട് പിന്നെ പൊളിയായിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് രക്ഷയില്ലാത്തതാണ്. അവിടുന്ന് അങ്ങോട്ട് അടിപൊളി നല്ലൊരു മൂവിയാണ്. അപ്പോ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും കാണണം. അടിപൊളി ഒരു സ്റ്റോറിയാണ് പറയുന്നത്. മൂവി നല്ലതാണെന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല, പക്ഷെ അടിപൊളി സ്റ്റോറിയാണ്, നമുക്ക് കണ്ടിരിക്കാൻ പറ്റിയൊരു സ്റ്റോറിയാണ്. പലരുടെ ആക്ടിങ് സ്കിൽ പുറത്ത് അവരെടുത്ത ഒരു സിനിമയാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ശോഭന മേഡത്തിനൊക്കെ കുറച്ചൊന്ന് കൊടുത്തിരുന്നെങ്കിൽ നല്ല രീതിയിൽ ശോഭന മേഡമൊക്കെ തകർത്തേനെ അതുപോലൊരു മൂവിയാണ്. അപ്പോൾ എല്ലാവരും പോയി കൽക്കി കാണുക. കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക.